അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം ഉണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിൽ കൂടി ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഒരു അപകടം ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആളുകളെല്ലാം തന്നെ സുരക്ഷിതമായി ക്യാമ്പുകളിലേക്ക് മാറ്റിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 22 കുടുംബങ്ങളിലായി 28ഓളം പുരുഷന്മാര്, 20ലധികം സ്ത്രീകൾ, 8 കുട്ടികളടക്കം 40ലധികം ആളുകളാണ് അടിമാലിയിലെ ഗവൺമെന്റ് സ്കൂളിൽ ക്യാമ്പിൽ കഴിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഉടൻ തന്നെ സന്ധ്യയെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് ഡോക്ടർ അവിടെ എത്തി സന്ധ്യയെ ചികിത്സിക്കുകയും ചെയ്തതാണ്. മുമ്പ് പറഞ്ഞത് 1 മണിക്കൂറിനുള്ളിൽ രണ്ടുപേരും പുറത്തെത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ ഈ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ അവരുടെ ദേഹത്തേക്ക് കിടക്കുന്നതാണ് ഒരു പ്രതിസന്ധിയായി മാറുന്നത്. അത് കൂടുതൽ ബലം ഉപയോഗിച്ചുകൊണ്ട് ആ കോൺക്രീറ്റ് പാളികൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവനെ തന്നെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സാവധാനമാണ് ഈ കോൺക്രീറ്റ് പാളികൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. JCB ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവ ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്ന പ്രവർത്തികളാണ് ശ്രുതി ഇപ്പോഴും പുരോഗമിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ ഇങ്ങനെയൊരു മണ്ണിടിച്ചിൽ അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ കുടുംബം അവിടെ എത്തിയിട്ടുണ്ടാവുക. ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം അനുസരിച്ചും അത് കഴിഞ്ഞിട്ട് അവർ മറ്റു ചില ആവശ്യങ്ങൾക്കായി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഡോക്യുമെന്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾക്കായിട്ട് അവർ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും അതിങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. രണ്ടുപേരെയും പുറത്തെടുക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യം ഏറെ മണിക്കൂറുകളായി, ഇപ്പോൾ 4 മണിക്കൂറുകളായി ആ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 10:30 അത് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതിനു മുൻപ് ഈ രാത്രിയോട് കൂടിയാണ് ഈ 22 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിയ കാര്യങ്ങളടക്കം രാഹുൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. അതിൽ ഈ വിള്ളൽ ഉണ്ടായിട്ടുള്ള കാര്യമടക്കം രാഹുൽ പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട്, അത് അവിടെ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്, ആ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഭാഗത്താണ് ആ വിള്ളൽ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു 8ഓളം വീടുകളിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിൽ 2 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. അതിലൊന്നാണ് ബിജുവിൻ്റെയും സന്ധ്യയുടെയും വീട്. ആ